പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് ഇതെങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, അതേപോലെ സെക്ഷൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഇത്തരം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം പുരുഷ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ആക്സസറി ഓർഗൻ അല്ലെങ്കിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ സെമൻ പ്രൊഡക്ഷൻസിനും അതേപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. ഇന്ന് പ്രായമായി വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ലക്ഷണങ്ങളും ആ ഒരു നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും അതേപോലെ മറ്റ് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. പ്രായമായി വരുന്ന സമയത്ത് പുരുഷന്മാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് മൂത്രശങ്ക, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോവുക, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ആ ഒരു അർജിങ് ടെൻഡൻസി ഇനിയും വരിക. ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ജസ്റ്റ് ഒരു യൂറിൻ ടെസ്റ്റ് ആയിരിക്കും ആദ്യം ചെയ്യുക. അപ്പോൾ അതിലെല്ലാം നോർമലായിരിക്കും. പിന്നീടാണ് സ്കാൻ ചെയ്ത് നോക്കുമ്പം അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നോർമലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 30 cc ആണ്. അതിൻ്റെ വോളിയം സൈസ് 30 cc ആണ്. അപ്പോൾ ഏജ്ഡ് കൂടി അല്ലെങ്കിൽ ഏജ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കൂടി വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ ഫങ്ഷനിങ് ലോ ആവുകയും നീർക്കെട്ടുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്കാനിങ് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ അതിൻ്റെ വോളിയം 30 cc, അതേപോലെ പോസ്റ്റ് വോയിഡൽ യൂറിൻ അല്ലെങ്കിൽ പ്രീ വോയിഡൽ യൂറിൻ, നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എംറ്റിങ് സമയത്ത് ഉണ്ടാകുന്ന യൂറിൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടൊക്കെ എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു സ്കാനിങ്ങിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻ ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ ഈ ഒരു സെമൻ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെയ്യുന്നത്. പക്ഷെ പ്രായമായി വരുന്ന സമയത്ത് അവിടെ നീർക്കെട്ട് സംഭവിക്കുകയും അത് യൂറിൻ ഔട്ട്പുട്ടിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയും അല്ലെങ്കിൽ യൂറിനറി ട്രബിൾസ് കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഏതൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു നീർക്കെട്ട് കൂടി വരുന്നത്? ഒന്നാമതായിട്ട് നിങ്ങൾ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു 50 അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രായത്തിന്റെ ഒരു ഫാക്ടർ നമുക്ക് പറയാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പുക വലിക്കുന്ന സമയത്ത് സർക്കുലേഷൻസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് വരികയും അവിടെ സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അങ്ങനെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം സ്മോക്കിംഗ് ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. മൂന്നാമത്തേത്, നിങ്ങൾ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോളിക് അഡിക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നാലാമത്തേത് ഭക്ഷണ രീതികൾ. ഇന്ന് നമ്മുടെ ജീവിതശൈലി നോക്കുമ്പം എല്ലാവരും പുറത്തെ ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിന് കൂടുതലായിട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അപ്പോൾ 3 S ആണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ടുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുന്നത്. സാൾട്ട്, ഷുഗർ, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്. സാൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും സാൾട്ട് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇനി ഷുഗർ നോക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ചായ, കാപ്പി, അതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽസ്, അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന റൈസ്, വൈറ്റ് റൈസ് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലെങ്കിൽ ഷുഗറി റിച്ച് ആണ്. നിങ്ങൾ കഴിക്കുന്ന ബേക്കറി സാധനങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം, പേസ്ട്രീസ്, അതേപോലെ തന്നെ മറ്റുള്ള ബിസ്ക്കറ്റ്സ്, ഇതിലൊക്കെ കൂടുതലായിട്ടും ഷുഗർ ഡിപ്പെൻഡഡ് ആണ് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുതലാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഇതിൽ കൂടുതലാണ്. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? അൺഹെൽത്തി ഫാറ്റ്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളിൽ ബ്ലോക്കേജ് ഉണ്ടാക്കുകയും നമുക്ക് ഹൃദ്രോഗത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് കൊളസ്ട്രോൾ ലെവൽ കൂടുകയും നല്ല ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ കുറയ്ക്കുകയും അതേപോലെ ചീത്ത ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ കൂടുകയൊക്കെയാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നുള്ള ആ ഒരു ഘടകം ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 S
നിർബന്ധമായിട്ട് നിങ്ങൾ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ഷുഗർ, സാൾട്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറേ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏജിങ് നമുക്ക് പറയാം, സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ അമിതമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂറിനറി ട്രബിൾസ് ഉണ്ടെങ്കിൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു കംപ്ലീറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവാത്തൊരു ടെൻഡൻസി വരിക. യൂറിൻ പാസ് ചെയ്ത് പോകുമ്പം തന്നെ അതിൻ്റെ യൂറിൻ്റെ ഒഴുക്ക് നോക്കുമ്പോൾ വളരെ സ്ലോ സ്ട്രീം ആയിട്ട് യൂറിൻ പോകുന്നു. ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു പവറായിട്ട് യൂറിൻ പോവാത്തൊരവസ്ഥ ഉണ്ടാകുന്നു, സ്ലോ സ്ട്രീം ഓഫ് യൂറിൻ. അതേപോലെ തന്നെ യൂറിനിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ്, കുറച്ച് യൂറിൻ പോവുക, പിന്നെ ഒരു തടസ്സം വരിക, പിന്നെയും യൂറിൻ പോവുക, അങ്ങനെ ഒരു ഒബ്സ്ട്രക്റ്റീവ് ഫീലിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ യൂറിനിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുക, രക്തം കാണുക, അതേപോലെ തന്നെ യെല്ലോയിഷ് ഡിസ്കളറേഷൻസ് ഉണ്ടാവുക, കുറച്ചുകൂടി ഡാർക്ക് കളേർഡ് യൂറിനൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. നടുവേദന അനുഭവപ്പെടാവുന്നതാണ്. ഈവൻ ബന്ധപ്പെടുന്ന സമയത്തായാലും ഒരു പവർ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും യൂറിനറി ട്രബിൾസ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു യൂറിൻ അനാലിസിസ് നോക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബാക്ടീരിയ കൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെതായ പ്രോപ്പർ ട്രീറ്റ്മെന്റ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് റെക്കറൻ്റ് ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കാനിങ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നോർമൽ വാല്യൂ നോക്കുമ്പം PSAൻ്റെ 0.5 to ഒരു 5.5 വരെയാണ് നോർമൽ ഉള്ളത്. പക്ഷേ 5.5 എബോവ് റേസ്ഡ് ആണെങ്കിൽ അതൊരു ഇൻഫ്ലമേഷൻസ് ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി സിവിയർ കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഒന്ന് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അതാണ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് യൂറിനറി ഔട്ട്പുട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തേത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ നോൺ മാലിഗ്നന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് വിഭജനം സംഭവിക്കുകയും അത് ഈ ഒബ്സ്ട്രക്ഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീരിയസ് കണ്ടീഷൻസ് ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കുക എന്നുള്ള ആ ഒരു മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പം ടൊമാറ്റോ, ലൈക്കോപ്പിൻ അല്ലെങ്കിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കുന്നതാണ്. അപ്പം നമുക്ക് ടൊമാറ്റോ കഴിക്കാവുന്നതാണ്, അത്യാവശ്യം ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അത് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് നമുക്കൊന്ന് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ബെറീസ് ആണ്. അത്യാവശ്യം സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറീസ് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫൈറ്റോ കെമിക്കൽസ് പോലത്തെ കെമിക്കൽസ് ഒക്കെ ഇതിൽ പ്രസന്റ് ആയതുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നു, നീർക്കെട്ട് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ബെറീസ് എന്ന് പറയുന്നത്. സിട്രസ് ഫ്രൂട്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുക. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓറഞ്ച്, മൊസംബി, നെല്ലിക്ക, നാരങ്ങയൊക്കെ നല്ലപോലെ കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വെജിറ്റബിൾസ് നോക്കുമ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതിൽ അത്യാവശ്യം ആൻറ്റി ഓക്സിഡൻസും ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ബ്രേക്ക് ചെയ്യാനും ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നിങ്ങൾ ഈ രണ്ട് ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്തുക. ഫാറ്റി ഫിഷസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി വാൽനട്ട്സ് കഴിക്കാവുന്നതാണ്. സീഡ്സിലൊക്കെ അത്യാവശ്യം omega-3 റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. സെലീനിയം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഈ സെക്ഷൽ കംപ്ലയിൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതിനാണ് നിങ്ങൾ വാൽനട്ട്സ്, ബ്രസീൽ നട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ടീ, കോഫീൻ്റെ ഇൻടേക്ക് പരമാവധി അല്ലെങ്കിൽ കഫീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പകരം നിങ്ങൾക്ക് ഗ്രീൻ ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അത് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഞാൻ പറഞ്ഞു ഷുഗർ, സാൾട്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതായത് പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, റിഫൈൻഡ് കാർബ്സ്,
പരമാവധി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ കീഗൽ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും സെക്ഷൽ കംപ്ലയിൻസ് ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്